തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ സംശയ നിഴലാക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ നീക്കം പൊളിയുന്നു. ഡോക്ടർ ഹാരിസ് ഹസൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ബിൽ നെഫ്രോസ്കോപ്പുകളുടെ ഡെലിവറി ചെല്ലാനാണെന്ന് വ്യക്തമായി. തൻ്റെ മുറിയിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് കയറുന്നത് രഹസ്യമായിട്ടല്ലെന്നും CCTV ആരോപണം തള്ളി ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും അവിടുത്തെ സൂപ്രണ്ടും നടത്തുന്ന ഒരു വാർത്താ സമ്മേളനം കണ്ടു. ഈ അടുത്ത കാലത്ത് കണ്ട വാർത്താ സമ്മേളനം ഏറ്റവും ചിരിക്കാൻ വക നൽകിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അതിനിടയ്ക്ക് ഫോൺ വരുന്നു, ഫോണിലൂടെ ചില കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ കണ്ട ഒരു ചെല്ലാൻ എന്തോ ഒരു കള്ള ബില്ല് ഹാജരാക്കിയതാണ് എന്നുള്ള രീതിയിലുള്ള മൊഴി ഈ പ്രിൻസിപ്പലും സൂപ്രണ്ടോട് അവതരിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. പിന്നെയും ഡോക്ടർ ഹാരിസിനെ അദ്ദേഹത്തിനെതിരെ ചെളിവാരി എറിയാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് ആരോഗ്യവകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ താല്പര്യമില്ല എന്നാണ്. അവർ പലപ്പോഴും അത് വ്യക്തമാക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ പ്രിൻസിപ്പലിനോട് ഇത്തരമൊരു വൃത്തികെട്ട വാർത്താ സമ്മേളനം നടത്താൻ അദ്ദേഹത്തെ എൻട്രസ്റ്റ് ചെയ്ത് എന്നുകൂടി അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. കാരണം ഈ പ്രിൻസിപ്പൽ ഈ പണിക്ക് കൊള്ളില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തെളിയിക്കുകയും ചെയ്തു. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാണാതായ മോസിലോസ്കോപ്പ് ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു പെട്ടിയിൽ നിന്ന് മോസിലോസ്കോപ്പ് ഈ മാസം 2-ന് വാങ്ങിയ ബില്ലും ലഭിച്ചു. ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പളായ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഉപകരണം കാണുകയുണ്ടായി. ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്, അതിൻ്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബില്ലിൽ എഴുതി വന്നിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുള്ള എന്താണ് മോസിലോസ്കോപ്പ് എന്നാണ്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഈ വാദങ്ങൾ പൊളിച്ച് ഹാരിസിന്റെ വിശദീകരണമെത്തി. മുറിയിലുണ്ടായിരുന്നത് മോസിലോസ്കോപ്പ് അല്ലെന്നും റിപ്പയർ ചെയ്യാൻ നൽകിയ നെഫ്രോസ്കോപ്പുകളെന്നും ഡോക്ടർ അറിയിച്ചു. ഓഫീസ് റൂമിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് രാത്രിയും പകലും കയറും. ഇതാരും രഹസ്യമായി കയറുന്നതല്ലെന്നും ഹാരിസ് വ്യക്തമാക്കി. ഹാരിസിന്റെ വിശദീകരണം ശരിവച്ച ഉപകരണം റിപ്പയർ ചെയ്യാൻ ഏൽപ്പിച്ച ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷനും രംഗത്തെത്തി. നെഫ്രോസ്കോപ്പിന് പകരം മോസിലോസ്കോപ്പ് എന്ന് എഴുതിയത് സർവീസ് എഞ്ചിനീയർക്ക് പറ്റിയ പിഴവ്. ഡെലിവറി ചെല്ലാൻ മോസിലോസ്കോപ്പ് എന്നാണല്ലോ എഴുതി. അതിലെന്താ നമ്മുടെ അവിടുത്തെ സർവീസ് എഞ്ചിനീയർ തെറ്റിച്ചെഴുതി കൊടുത്താൽ അത് നെഫ്രോസ്കോപ്പ് ആയിരുന്നു യഥാർത്ഥത്തിൽ. നെഫ്രോസ്കോപ്പ് 3 മോസിലോസ്കോപ്പ് ഇടുന്നവരാണ്. ഓ, ഭയങ്കര വില. ഹാരിസിനെതിരായ നീക്കങ്ങളിൽ KGM CTA കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. 24 തിരുവനന്തപുരം.